ഹലോ, ഞാൻ ഇന്ന് ഒരു ഉണക്കമീനാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഉണക്ക മുള്ളൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് മൊരിച്ചെടുക്കാം. ഈ മീനെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും മുള്ളൻ. അപ്പോൾ അത് കാരണം അതിൻ്റെ താഴെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മീൻ നമുക്ക് മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പിന്നെ ഉണക്കമീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ടേസ്റ്റ് എന്ന് പറയണത് അതിൻ്റെ മസാല തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത മസാലയാണ്. നമ്മളൊരു 20 ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് കല്ലുപ്പും കൂടെ കല്ലേൽ വെച്ച് നന്നായിട്ട് കുത്തിച്ചതച്ചെടുത്താണ്. അത് നല്ല മെറൂൺ കളറാവുന്നവരെ നല്ലോണം മൂപ്പിക്കണം. അതായത് ആ പച്ചമണം, ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ ആ പച്ചമണം മാറി നല്ല മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഉണക്കമീൻ ഇടാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും വയറ് നിറച്ച് പഴങ്കഞ്ഞിയും കഞ്ഞിയൊക്കെ കുടിക്കും, ഉണക്കമീനും ചമ്മന്തിയൊക്കെ കൂട്ടി. എന്നിട്ട് സ്കൂളിൽ ചെന്ന് ടീച്ചർ ചോദിക്കും ഓരോരുത്തരോട് ഇന്ന് എന്ത് കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി നമ്മളായിട്ട് താഴണ്ടല്ലോ എന്ന് കരുതി അപ്പം തന്നെ ഞാനും വെച്ച് കീറുമായിരുന്നു. എനിക്കും ഇന്ന് ദോശയായിരുന്നെന്ന്. സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ ഈ പഴങ്കഞ്ഞിയും ഇങ്ങനത്തെ കഞ്ഞിയും ഉണക്കലും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കണോ അമ്മയുടെയൊക്കെ ഒരു ഭാഗ്യം, അന്ന് അമ്മക്കൊക്കെ എല്ലാ ദിവസവും പഴങ്കഞ്ഞി കിട്ടുമായിരുന്നല്ലേ എന്ന്. ശരിക്കും നമ്മുടെ ആ കാലത്ത് കിട്ടിയിരുന്ന ആ പഴങ്കഞ്ഞിക്ക് അന്ന് നമ്മളത് ചെറുതായിട്ട് കണ്ട്, ഇന്ന് എത്രയോ രൂപ കൊടുത്താണ് ഓരോരുത്തർ പഴങ്കഞ്ഞി കുടിക്കണത്. എന്ത് ചിക്കനോ ബീഫോ എന്തുണ്ടെങ്കിലും നമ്മുടെ ചൂട് കഞ്ഞി, നമ്മുടെ ഉണക്കമീൻ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മെഴുക്ക് വരട്ടി, ഒരു ചെറുപയർ തോരൻ, ഇതൊക്കെ കൂട്ടി കഴിക്കുന്ന ഫീലൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഉണക്കമീൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞി കുടിക്കുമ്പോഴേക്കും 2 ഉള്ളിയും അതേപോലെ ഒരു മുളകൊക്കെ കടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കഞ്ഞിക്ക് 2 ഉള്ളിയും മുളകും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എടുത്തേക്കണത്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് ലൈക്ക് തരാനോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആരും മടി കാണിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് വേണം. താങ്ക്